വെൽക്കം ടു 7 Day Miracles ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഇയാൾ എന്നെ സത്യമായി സ്നേഹിക്കുന്നുണ്ടോ, അതോ വെറുതെ അഭിനയിക്കുകയാണോ എന്ന്? നിങ്ങൾക്കറിയാമോ, റീസെന്റ് സ്റ്റഡീസ് പ്രകാരം ലോകത്തിൽ 10-ൽ 7 പേർക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം സംശയം തോന്നിയിട്ടുണ്ട്. നിങ്ങളും അതിലൊരാളാണോ? ഇന്ന് നാം 10 വ്യക്തമായ അടയാളങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയും. 1. വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള വൈരുദ്ധ്യം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ സംഭവമാണ്. അവളുടെ ലവർ എല്ലാ ദിവസവും ഐ ലവ് യു എന്ന് പറയും, പക്ഷേ അവളുടെ ജന്മദിനം പോലും മറന്നുപോകും. യഥാർത്ഥ സ്നേഹം വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിലാണ് കാണിക്കുന്നത്. അഭിനയിക്കുന്നവർ മധുരവാക്കുകൾ പറയും, പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കില്ല. വാഗ്ദാനങ്ങൾ നൽകും, പക്ഷെ പാലിക്കില്ല. പ്രധാന ദിവസങ്ങൾ പോലും മറന്നുപോകും. പ്രാക്ടിക്കൽ ടിപ്പ് എന്താണെന്നറിയാമോ? 1 മാസത്തേക്ക് അവരെ നിരീക്ഷിക്കുക. അയാൾ പറയുന്നതും ചെയ്യുന്നതും ഒരുപോലെയാണോ എന്ന് നോക്കുക. അടുത്തത്, നിങ്ങളുടെ വികാരങ്ങളോട് നിസ്സംഗത. നിങ്ങൾ വിഷമിക്കുമ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത്? ഫോൺ എടുത്ത് മറ്റെവിടെയെങ്കിലും നോക്കിയാണോ? യഥാർത്ഥ സ്നേഹത്തിൽ എമ്പതി എന്ന് പറയുന്ന ഗുണം ഉണ്ടാകും. അതായത് നിങ്ങളുടെ സന്തോഷവും ദുഃഖവും അയാൾക്കും അനുഭവപ്പെടും. അഭിനയിക്കുന്നവരുടെ സ്വഭാവങ്ങൾ ഇതൊക്കെയാ. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവർ മടി കാണിക്കും, വിഷയം മാറ്റാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നീ വലിയ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞ് കളിയാക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ദുഃഖത്തിൽ അയാൾ നിങ്ങളോടൊപ്പം നിന്നോ? സൗകര്യത്തിന് മാത്രമുള്ള ബന്ധം. അഭിനയിക്കുന്നവർ നിങ്ങളെ യൂട്ടിലിറ്റി പേഴ്സണാക്കി മാറ്റും. അതായത് പണത്തിന്, സൗകര്യത്തിന്, സാമൂഹിക സ്റ്റാറ്റസിന്. അയാൾക്ക് എന്തെങ്കിലും വേണ്ടുമ്പോൾ മാത്രം നിങ്ങളെ ഓർക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവർക്ക് സമയമുണ്ടായില്ല. നിങ്ങളുടെ ബന്ധത്തിൽ ഗിവ് ആൻഡ് ടേക്ക് ബാലൻസ് ഉണ്ടോ? അടുത്തത്, ഭാവിയെക്കുറിച്ച് സംസാരിക്കാനുള്ള മടി. എന്തുകൊണ്ടാണ് പ്രണയിക്കുന്നവർ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നത്? കാരണം അവർ ഒരുമിച്ചുള്ള നാളെ കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അഭിനയിക്കുന്നവർ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ വിഷയം മാറ്റും, അല്ലെങ്കിൽ അത് പിന്നെ നോക്കാം എന്ന് പറയും. ഭാവി പ്ലാനുകളിൽ നിങ്ങളെ ഒരിക്കലും ഉൾപ്പെടുത്തില്ല. യഥാർത്ഥ സ്നേഹത്തിൽ കമ്മിറ്റ്മെന്റ് സ്വാഭാവികമാണ്. അഭിനയിക്കുന്നവർക്ക് അത് ഭയമാണ്. നിങ്ങൾ അടുത്ത വർഷത്തെ പ്ലാനുകളെ കുറിച്ച് അവരോട് സംസാരിച്ചു നോക്കൂ. അവരുടെ പ്രതികരണം എന്തെന്ന് മനസ്സിലാക്കൂ. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അവഗണിക്കൽ. അയാൾ നിങ്ങളോട് തനിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ പെരുമാറുന്നു, പക്ഷേ സുഹൃത്തുക്കളുടെ മുന്നിൽ നിങ്ങളെ അറിയാത്ത പോലെയാണോ പെരുമാറുന്നത്? യഥാർത്ഥ സ്നേഹം പ്രൈഡാണ്. അയാൾക്ക് നിങ്ങളെ കാണിക്കാൻ അഭിമാനം തോന്നും. അഭിനയിക്കുന്നവരാണെങ്കിൽ അവർ സുഹൃത്തുക്കളോട് നിങ്ങളെക്കുറിച്ച് പറയില്ല. പാർട്ടികളിൽ നിങ്ങളെ കൊണ്ടുപോകാൻ മടിക്കും. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ അയാളുടെ ജീവിതത്തിൽ ഒരു രഹസ്യമാണോ എന്ന തോന്നൽ ഉണ്ടാക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അയാളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും അറിയാമോ? നിങ്ങളുടെ വ്യക്തിത്വത്തിൽ താല്പര്യമില്ലായ്മ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ഹോബികൾ, ഇതിനൊന്നിനോടും അയാൾക്ക് താല്പര്യമില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ചിന്തകൾ അറിയാൻ ആഗ്രഹിക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങളെ വിലമതിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അഭിനയിക്കുന്നവരാണെങ്കിലോ നിങ്ങളുടെ കഥകൾ കേൾക്കുമ്പോൾ തന്നെ ബോറടിക്കും, വിഷയം മാറ്റാൻ ശ്രമിക്കും, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഓർത്തുവെക്കില്ല. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങൾ അവസാനമായി ഏത് സിനിമയാണ് കണ്ടത്? അയാൾക്കത് അറിയാമോ? അത്രയ്ക്ക് ചെറിയ കാര്യങ്ങൾ പോലും. നെക്സ്റ്റ്, പ്രതിസന്ധി സമയത്ത് അപ്രത്യക്ഷമാകൽ. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ ആരൊപ്പം ഉണ്ടാകും എന്നതാണ് യഥാർത്ഥ സ്നേഹം. നിങ്ങൾക്ക് പനി വന്നാൽ, അല്ലെങ്കിൽ ജോലി നഷ്ടമായാൽ, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ അയാൾ എവിടെയാണ്? അഭിനയിക്കുന്നവർ മെസ്സേജിന് റിപ്ലൈ ചെയ്യില്ല, ഞാൻ ബിസിയാണെന്ന് പറയും. നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടപ്പോൾ കാണാതാകും. യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കും, എത്ര ബുദ്ധിമുട്ടുണ്ടായാലും. നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അയാൾ എപ്പോഴെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്തത്, നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയ. യഥാർത്ഥ സ്നേഹം സെൽഫ്ലെസ് ആണ്. നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം. അഭിനയിക്കുന്നവർ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടും, നിങ്ങളെ ചെറുതായി കാണിക്കാൻ ശ്രമിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയാൽ അയാൾ സന്തോഷിക്കുമോ, അതോ ഇനി നീ എനിക്ക് വില തരില്ല എന്ന് പറയുമോ? നെക്സ്റ്റ്, നിങ്ങളെ മാറ്റാനുള്ള സമ്മർദ്ദം. ലവ് ഈസ് അക്സെപ്റ്റിംഗ് സംവൺ ആസ് ദേ ആർ എന്നാണ് എല്ലാവരും പറയുന്നത്. അഭിനയിക്കുന്നവർക്ക് കണ്ടീഷണൽ സ്നേഹം ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറ്റാൻ പറയും, നിങ്ങളുടെ സുഹൃത്തുക്കളെ വിടാൻ പറയും, നിങ്ങളുടെ സ്വഭാവത്തെ വിമർശിക്കും. ഡേഞ്ചർ സൈൻ എന്താണെന്ന് അറിയാമോ?
നീ എൻ്റെ കാര്യം ചിന്തിച്ചാൽ ഇതൊന്നും ഒരിക്കലും ചെയ്യില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ? ട്രിപ്പിംഗ് ആൻഡ് മാനിപ്പുലേഷൻ. ഏറ്റവും അപകടകരമായ അടയാളം ഇതാണ്, മാനിപ്പുലേഷൻ. നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റബോധം ഉണ്ടാക്കൽ. നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കൽ, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, ബന്ധനമല്ല. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങളിൽ 2-3 എണ്ണം കണ്ടാൽ പോലും ഒരു മുന്നറിയിപ്പായി എടുക്കുക. നിങ്ങൾ യഥാർത്ഥ സ്നേഹത്തിന് അർഹരാണ്. കൃത്രിമ സ്നേഹം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ചെയ്യേണ്ടത്? സത്യസന്ധമായി നിരീക്ഷിക്കുക, വിശ്വസ്തരായ സുഹൃത്തുക്കളോട് ഉപദേശം ചോദിക്കുക, ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് എടുക്കുക, സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. ഓർക്കുക, നിങ്ങൾ ആരുടെയെങ്കിലും സെക്കൻഡ് ചോയ്സ് അല്ല, നിങ്ങൾ ആരുടെയെങ്കിലും സെറ്റിൽമെന്റ് അല്ല. നിങ്ങൾ സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അർഹരാണ്. ലോകത്തെ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അതിൽ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ആളുകൾ തീർച്ചയായും ഉണ്ട്. തിരിച്ചറിയാൻ കഴിയുക, അത്രമാത്രം. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റം കൊണ്ടുവരട്ടെ. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ. So be happy and stay positive always and accept the miracles right now.